ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ് ഓഫ് ദ സ്ട്രോക്ക് നോക്കാം. ഒന്ന് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന നമ്മുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, മുഖം അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞു പോവുക, നമ്മുടെ കണ്ണ് രണ്ടും അണീക്വലായി പെട്ടെന്ന് മാറുക, നമ്മുടെ കൈക്കോ കാലിനോ നമുക്ക് ഉയർത്താനോ അല്ലെങ്കിൽ നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വേച്ചു പോവുക, നമുക്ക് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം. ഒന്നും കൂടെ ഞാൻ ആ ലക്ഷണങ്ങൾ പറയാം. ഫേസ് ഡ്രൂപ്പിംഗ്, ഒരു ആള് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖം കോടിപ്പോവുക, കൈ ഉയർത്താൻ സാധിക്കാതിരിക്കുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, പിന്നെ കൺഫ്യൂഷൻ. ചിലപ്പോൾ നമ്മൾ സ്ട്രോക്ക് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പക്ഷെ ഇതൊന്നും അല്ലാതെ പ്രത്യേകിച്ച് ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ വരുന്ന ഒരു വലിയ കുറെ സിംറ്റംസ് ചിലപ്പോൾ നമ്മൾ പേഷ്യന്റിനെ കാണുന്നത് തന്നെ അൺകോൺഷ്യസ് ആയിരിക്കും, പേഷ്യന്റിന് ബോധമില്ലാത്ത രീതിയിലായിരിക്കും, ചിലപ്പോൾ വീണ് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ ഉണരാൻ സാധിക്കാത്ത രീതിയിലായിരിക്കാം. പിന്നെ ഹെമറാജിക് സ്ട്രോക്കിന് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക്, സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ്, അതായത് ഒരു പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു വാർണിംഗ് ഒന്നും ഇല്ലാതെ നമ്മുടെ വയറിന്നല്ലാതെ പെട്ടെന്ന് വരുന്ന വോമിറ്റിംഗ്, അത് നമ്മുടെ തലച്ചോറിലെ പ്രഷർ കൂടി നിൽക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചിലര് നമുക്ക് ഫിക്സ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ സ്ട്രോക്ക് പല രീതിയിലും പ്രസന്റ് ചെയ്യാം. എങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഇസ്കീമിക് സ്ട്രോക്ക് ആണ്, അത് 80% ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ സ്ട്രോക്ക് റെക്കഗ്നീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആളിനോട് നാക്ക് പുറത്തേക്ക് നീട്ടി ഒന്ന് ചിരിക്കാൻ പറയുക, കൈയോ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ട് പറയാൻ പറയുക, നമ്മുടെ കൈ മാറി മാറി കൈ ഉയർത്താനോ പറയുക, നടക്കാൻ പറയുക. ഇതിനുണ്ടാകുന്ന ഈ 3 ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് വരികിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോ നമുക്ക് ടൈം ലോസ്റ്റ് ഈസ് ബ്രെയിൻ ലോസ്റ്റ്. അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും നമ്മളുടെ ബ്രെയിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ റിക്കവറി ഈസ് പ്രോപ്പർലി ട്രീറ്റ്. അതിന് കാരണങ്ങളുണ്ട്, അത് ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. ഏതാണ്ട് 4.5 മണിക്കൂർ വരെ നമുക്ക് ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് നമുക്ക് ക്ലോട്ട് ലൈസ് ചെയ്യാനായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് 4.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സ്ട്രോക്കിൽ നിന്ന് നമുക്ക് ആ റിക്കവറി കിട്ടാനുള്ള സാധ്യതകൾ കുറയും. അതുകൊണ്ട് ടേക്ക് ദ പേഷ്യന്റ് എ ഹോസ്പിറ്റൽ വേർ ദർ ഈസ് എ CT സ്കാൻ ആൻഡ് ഇഫ് പോസിബിൾ എ ന്യൂറോളജിസ്റ്റ്. ഇതാണ് നമ്മൾ അപ്പം ചെയ്യേണ്ടത്. ആംബുലൻസ് വിളിക്കുക, CT സ്കാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ പോകുക. പലപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഒരു ചെറിയ ബോധക്കേടേ ഉള്ളൂ, നമുക്ക് അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ ഒന്ന് കാണിച്ചിട്ട് പോവാം. പക്ഷെ അവിടെ നമുക്ക് സമയം നഷ്ടം വരും. ഒരിക്കലും നമുക്ക് സ്ട്രോക്ക് സംശയിക്കുന്ന ഒരു രോഗിക്ക് ചെയ്യരുത്. അപ്പോ പക്ഷാഘാതം വന്ന രോഗികളെ എത്രയും പെട്ടെന്ന് CT സ്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നത് രോഗികളെ രക്ഷപ്പെടുത്താനും സ്ട്രോക്കിന് ശേഷമുള്ള വൈകല്യം കുറയ്ക്കുവാനും സാധിക്കും. നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ വൺ സിംഗിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് CT സ്കാൻ ആണ്. പിന്നെ നമുക്ക് സമയമെടുത്ത് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ MRI ചെയ്യാറുണ്ട്, ആൻജിയോഗ്രാഫി ചെയ്യാറുണ്ട്, ECG നോക്കും, എക്കോ കാർഡിയോഗ്രാം നോക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ബ്ലഡിൽ നമ്മൾ കുറെ വർക്കപ്പ്, ഹോമോസിസ്റ്റീൻ ലെവൽസ് എല്ലാം, നമ്മൾ ഷുഗറിന്റെ ലെവൽ, ഇതൊക്കെ നോക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രോക്ക് എങ്ങനെയാണ് ഒരു അക്യൂട്ട് ആയിട്ട് വന്ന പേഷ്യന്റ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പോ മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 20% ആൾക്കാരിൽ ഹെമറേജ് വരുന്ന, പ്രത്യേകിച്ച് ഹെമറേജ് വരുന്ന പേഷ്യൻസിൽ അവർ ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കും. അൺകോൺഷ്യസ് ആണെങ്കിൽ ഏതൊരു അൺകോൺഷ്യസ് പേഷ്യന്റിനെയും നമ്മൾ മാനേജ് ചെയ്യുന്നത് പോലെ അവർക്ക് ഒരു കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ കൊടുക്കണം. അപ്പൊ അവരുടെ എയർവേ നോക്കണം, ബ്രീത്തിങ് നോക്കണം, സർക്കുലേഷൻ നോക്കണം. പിന്നെ പെട്ടെന്ന് ഒരു ജനറൽ കണ്ടീഷൻ നമ്മൾ നോക്കുക, ഡയബറ്റിക് സ്റ്റാറ്റസ് നോക്കണം. കാരണം ചിലപ്പോൾ ഈ ബോധക്കേട് എന്ന് പറയുന്നത് ഡയബറ്റീസ്, നമ്മുടെ ഇൻസുലിൻ കൂടി പോയിട്ട് ഷുഗർ കുറഞ്ഞു പോയതുകൊണ്ടാവാം. പിന്നെ ബ്ലഡ് പ്രഷർ, ഈ 220, 130 എന്ന ബ്ലഡ് പ്രഷർ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു കോമൺ മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. സ്ട്രോക്ക് വന്നപ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു, ആ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്ട്രോക്ക് വരുന്ന ആ സമയത്ത് ആ പ്രഷർ ഈ സ്ട്രോക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെയൊക്കെ നമ്മുടെ തന്നെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രഷർ നമ്മൾ കുറച്ചാല് തലച്ചോറിലേക്കുള്ള രക്തോട്ടം പിന്നെയും കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിൽ 220, 130 അല്ലെങ്കിൽ 200 മുകളിലാണെങ്കിൽ മാത്രമേ
നമ്മൾ പ്രഷർ കുറയ്ക്കുവാനായിട്ടുള്ള IV ഡ്രിപ്പോ മരുന്നുകളോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ ക്രമാനുഗതമായിട്ട് രോഗിയുടെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ പ്രഷർ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ചില പേഷ്യൻസ് നമുക്ക് ഈ ട്രാൻസിറ്റ് ഇസ്കീമിക് അറ്റാക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് CT സ്കാൻ ചെയ്യാം. നമുക്കൊരു ടൈം നമുക്ക് അതിനകത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. പക്ഷെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് സ്റ്റെബിലൈസ് ചെയ്യാൻ സമയമാണ്. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത പേഷ്യൻസിനെയോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന പേഷ്യൻസിനെയോ നമ്മൾ CT സ്കാൻ ചെയ്യും. ഈ CT സ്കാൻ നോക്കാം. CT സ്കാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ലെങ്കിലും നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് കാണുന്നത്. ഈ കാണുന്ന ഇതിനകത്തെ നോർമൽ കാവിറ്റീസ് ആണ് ഈ കാണുന്നത്. ഇത് സൾക്ക എന്ന് പറയും. ഇതെല്ലാം നോർമലാണ്. ഇനി നമുക്ക് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻസിന്റെ നോക്കാം. ഇപ്പൊ ഒന്നുകൂടെ തിരിച്ച് ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആണ്. ഇത് സ്ട്രോക്ക് വന്നപ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് ആയിട്ട് ഇരുണ്ടു. ഇതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഇനി ഹെമറാജിക് സ്ട്രോക്ക് വളരെ വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, അത് നല്ല വൈറ്റ് ആയിട്ട് നമുക്ക് തെളിഞ്ഞാണോ? ഒന്നുകൂടെ നോക്കുക. അപ്പൊ ഈ ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് നമുക്ക് ഈ ഗോൾഡൻ അവറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇസ്കീമിക് സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കാം. കാരണം 80% ഇസ്കീമിക് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ക്ലോട്ട് ലൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് ഏതാണ്ട് 20 മില്ലിഗ്രാമിന് 20,000 റുപ്പീസോളം വില വരും. പക്ഷെ ഇത് നമ്മൾ 90 മിനിറ്റിനകത്ത് കൊടുത്താല് പലപ്പോഴും ഈ ക്ലോട്ട് ലൈസ് ചെയ്ത് അലിഞ്ഞു പോവുകയും ഈ പേഷ്യന്റിന് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല. കാരണം ചിലപ്പോഴൊക്കെ ഈ ക്ലോട്ട് അലിയാൻ കൊടുക്കുന്ന മരുന്ന് വിപരീത ഫലം ഉണ്ടാക്കി എന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ക്ലോട്ടിന്റെ അലിഞ്ഞു പോവുകയും അത് ഒരു ഹെമറേജ് ആയിട്ട് മാറുകയും ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഒരു 10-15% ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് ക്ലോട്ട് ഉണ്ടായിരുന്നു, ക്ലോട്ട് അലിഞ്ഞു പോകാൻ മരുന്ന് കൊടുത്തു, പക്ഷെ അന്നത്തേക്കും ഹെമറേജ് വന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഒരു റിസ്ക് ആണ്. പക്ഷെ അപ്പൊ ആ റിസ്കിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ജനറ്റിക്കൽ റീസൺസ് ഉണ്ട്, നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻസിന്റെ കുഴപ്പമുണ്ട്. ഓരോ ആൾക്കാരും നമ്മൾ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഇവന്റ്സ് വരുന്നത്. പക്ഷെ ആ റിസ്ക് നമ്മളൊരു വിദഗ്ധനായ ഒരു ന്യൂറോളജിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂറോളജിസ്റ്റ് ഇല്ലെങ്കിലും CT ഒക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പൊ ടെലിമെഡിസിൻ സംവിധാനങ്ങളുണ്ട്. അവർക്ക് ന്യൂറോളജിസ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാം. മെയിലിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്ത് എന്താണ് വേണ്ടത് തീരുമാനിക്കുകയും ചെയ്യും. ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് CT സ്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. പിന്നെ നമ്മൾ IV ആയിട്ടാണ് സാധാരണഗതിയിൽ ഇത് കൊടുക്കുക. പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ, വളരെ സൗകര്യമുള്ള ഹോസ്പിറ്റൽസിൽ ഇത് നമുക്ക് നമ്മുടെ തൊടയുടെ ഭാഗത്തൂടെ ഹാർട്ടിന് നമ്മൾ കത്തീറ്റർ ഇടുന്ന, ആൻജിയോഗ്രാം ചെയ്യുന്ന പോലത്തെ കത്തീറ്റർ, അതേ കത്തീറ്റർ തന്നെ നമുക്ക് ബ്രെയിനിൽ കൊണ്ടുപോയി ഏത് സ്ഥലത്താണോ ക്ലോട്ട് ഉള്ളത് ആ ക്ലോട്ട് അലിയുന്നതിനായിട്ട് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ വലിയ ക്ലോട്ടാണ്, അത് അലിഞ്ഞു പോകുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതിനാണ് സ്റ്റെന്റ് റിട്രൈവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഹെപ്പാരിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലോട്ട് അതൊക്കെ അലിഞ്ഞു പോകാനായിട്ടുള്ള മരുന്നുകൾ, ക്ലോട്ട് കൂടാതിരിക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലോട്ട് വരുന്ന ഭാഗം അത് ചിലപ്പോൾ ഒരു ബട്ടന്റെ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് ചുറ്റും ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഭാഗത്ത് ന്യൂറോൺസ് വർക്ക് ചെയ്യാതെ വരും. അപ്പൊ ആ ഏരിയക്ക് നമ്മൾ പെനംബ്രൽ ഏരിയ എന്നാ പറയുന്നത്. അപ്പൊ അതിന് നീര് വെക്കും. ആ നീര് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്. നീര് കുറയ്ക്കാനായിട്ട് സ്റ്റിറോയിഡ്സ്, മാനിറ്റോൾ, അങ്ങനത്തെ മരുന്നുകൾ കൊടുത്ത് അതിന്റെ നീര് കുറയ്ക്കും. ഇതാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ ക്ലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ഈ ക്ലോട്ട് ലൈസ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കില്ല. പലപ്പോഴും ഇവർക്ക് സീഷേഴ്സ് അഥവാ ഫിറ്റ്സ് ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവരുടെ ചിലപ്പം അൺകോൺഷ്യസ് ആയിരിക്കും, ചിലപ്പോൾ ട്രക്കസ്റ്റമി ചെയ്യേണ്ടി വരും. അവർ ചിലപ്പോഴൊക്കെ ക്ലോട്ട് അലിയാനുള്ള മരുന്ന് നേരത്തെ ആസ്പിരിനോ വാർഫറിനോ ഒക്കെ കഴിക്കുന്നുണ്ടാവും, അത് നിർത്തണം. അപ്പൊ അങ്ങനെ അവരുടെ ജനറൽ കണ്ടീഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ സ്ട്രോക്ക് എക്സ്ട്രീം ആയിട്ട് മാറുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരാറുണ്ട്. എന്തൊക്കെ സർജറിയാണ് കോമൺ ആയിട്ട് ചെയ്യുക? ഹെമറാജിക് സ്ട്രോക്ക് വരുമ്പോഴാണ് കൂടുതലും സർജറി വേണ്ടി വരാറുള്ളത്. കാരണം ചിലപ്പോഴൊക്കെ സ്ട്രോക്ക്, ഇസ്കീമിക് സ്ട്രോക്ക് ഒരു ബട്ടന്റെ അത്രേ ഉള്ളെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് ഒരു പക്ഷേ ഒരു വലിയ ഓറഞ്ചിന്റെ അത്രയും സൈസിൽ ബ്ലീഡ് ഉണ്ടായെന്ന് വരും. അപ്പൊ അങ്ങനെ ബ്ലീഡ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഭാഗത്തേക്ക് അത് തള്ളി അതിനകത്ത് ബ്രെയിനിന് പ്രഷർ കൂടും.
അപ്പൊ അങ്ങനെ ബ്രെയിനിൽ പ്രഷർ കൂടുകയാണെങ്കിൽ അതിന് ഡീകംപ്രസീവ് സർജറി ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ സ്കള്ള് തുറന്ന് സ്കള്ളിന്റെ ഒരു പോർഷൻ മാറ്റി ഈ ക്ലോട്ട് എടുത്ത ഈ ബ്ലീഡ് വന്ന് ക്ലോട്ടായി മാറിയിരിക്കുന്ന ഭാഗം ആ ബ്ലഡ് എടുത്തു മാറ്റി റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ചില അവസരങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനൂറിസം ആയിരിക്കാം, അതൊരു ചെറിയ ബബിള് പോലെ ആയിരിക്കും. അപ്പൊ ഈ ബബിള് നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും, അതിന് അനൂറിസമൽ ക്ലിപ്പിംഗ് എന്നാണ് പറയുക. അപ്പൊ ഇതാണ് നമുക്ക് ഹെമറേജിൽ ചിലപ്പോഴൊക്കെ നമുക്ക് സർജറി വേണ്ടി വരികയും അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ തലയോട്ടി മാറ്റി വെക്കേണ്ടിയും വരും. അത് വയറിനുള്ളിലോ അല്ലെങ്കിൽ ബാങ്കിലോ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. കരോട്ടിഡ് എൻഡോട്രാക്ടമി നമ്മൾ ചെയ്യുന്നത് വലിയൊരു ക്ലോട്ട് നമ്മൾ കരോട്ടിഡ് ആർട്ടറിയിൽ വന്ന് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ ഒരു വലിയ പോർഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ബ്രെയിനിലെ. അങ്ങനെ വരുന്ന അവസരത്തിൽ കരോട്ടിഡ് ആർട്ടറി തുറന്ന് അതിനകത്തെ ഫാറ്റ് മാറ്റാൻ സാധിക്കും. ഇതാണ് നമ്മൾ സർജറി ചെയ്യുക. പക്ഷെ സർജറി ഒരു 5% താഴെ സ്ട്രോക്ക് പേഷ്യൻസിന് വേണ്ടി വരാറുണ്ട്. ഇനി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലി ഇന്നത്തെ ഈ വെബിനാറിൽ നിങ്ങൾ മനസ്സിൽ കാണേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രിവെൻഷൻ, നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ലോവർ ചെയ്യുക, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, ഹെൽത്തി മെയിൻറ്റെയിൻ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, ഡയറ്റ് നന്നാക്കുക. ഒരു വാക്കിൽ പറഞ്ഞാൽ അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം, കൊളസ്ട്രോൾ, പുകവലി, അമിത മദ്യപാനം, അമിതവണ്ണം തുടങ്ങിയവ മസ്തിഷ്കാഘാതത്തിന് കാരണമാകും.